തീർച്ചയായും പിന്നെ നമ്മുടെ ഈ സംഘാംഗങ്ങളുടെ പ്രത്യേകതയും പ്രധാനമാണ്. നമുക്ക് കൃത്യമായി കാര്യങ്ങൾ ധരിപ്പിക്കാൻ പറ്റുന്ന ആളുകൾ തന്നെയാണ് സെലക്ട് ചെയ്ത് വിട്ടിരിക്കുന്നത്. തരൂരൊക്കെ നേരത്തെ പറഞ്ഞ ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തേണ്ട നേതാവ് കൂടിയാണ്. അങ്ങനെ അതിനും ഒരു പ്രത്യേകതയുണ്ടല്ലോ. തീർച്ചയായിട്ടും അതിനകത്ത് യാതൊരു സംശയമില്ല. നമ്മുടെ ആ ഈ ഇവരെ ഓരോരുത്തരെയും ഹാൻഡ് പിക്ഡ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. അവർ ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള ക്വാളിഫിക്കേഷൻസ് ഉണ്ട്, അവരുടേതായിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. പ്രത്യേകിച്ച് ഡോക്ടർ ശശി തരൂരിനെ പോലുള്ള ആള് എനിക്ക് തോന്നുന്നു ഇന്ന് ഇന്ത്യയിൽ തന്നെ ഏറ്റവും ഈ ഇന്റർനാഷണൽ റിലേഷൻസിന് ഏറ്റവും മികച്ച എക്സ്പീരിയൻസ് ഉള്ള എനിക്ക് ഡോക്ടർ ജയശങ്കറെ കഴിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹമായിരിക്കും അതിനകത്ത് ഏറ്റവും കൂടുതൽ. അദ്ദേഹം യുണൈറ്റഡ് നേഷൻസിൽ അണ്ടർ സെക്രട്ടറി ആയിരുന്നു. അതും കമ്മ്യൂണിക്കേഷൻ ആൻഡ് പബ്ലിക് ഇൻഫർമേഷനിലാണ് അദ്ദേഹം അണ്ടർ സെക്രട്ടറി ആയിരുന്നിട്ടുള്ളത്. അദ്ദേഹം ധാരാളം റിസർച്ച് ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. നമ്മുടെ പ്രത്യേകിച്ച് ഇന്ത്യയുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഓൺ പാർലമെന്റിലെ എക്സ്റ്റേണൽ അഫയേഴ്സിന്റെ ചെയർമാൻ ആണ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ധാരാളം ഒരു എക്സ്പീരിയൻസ് പ്ലസ് കോമ്പിറ്റൻസ് വെച്ചിട്ടാണ് അദ്ദേഹം പോകുന്നത്. ഒരു കാര്യം നമ്മൾ ബൈജു നേരത്തെ പറഞ്ഞു, അതിനകത്ത് ഒരു അഡീഷൻ, അതായത് 1947-48 നമുക്ക് പറ്റിയ തെറ്റാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത് തിരുത്തുന്നത്. അതായത് നമ്മൾ അന്ന് നമ്മുടെ വാദം കറക്റ്റ് ആയിട്ട് UN നമ്മൾ വാദിച്ചില്ല. അന്ന് വാദിച്ചിരുന്നെങ്കിൽ ഇപ്പൊ ഇതേപോലത്തെ ഒരു എക്സസൈസ് നമ്മൾ അന്ന് ചെയ്തിരുന്നെങ്കിൽ ഈ 1947-48 ആ കശ്മീർ ഇഷ്യൂ ഒരിക്കലും അവര് അങ്ങനെ ഒരു പ്ലെബിസൈറ്റിലേക്ക് പോകണം എന്ന് തീരുമാനിക്കത്തില്ല. നമ്മൾ നല്ല രീതിയിൽ അന്ന് പോയി വാദിച്ചിരുന്നെങ്കിൽ, ലെറ്റ്സ് സേ ഒരു ഡോക്ടർ ശശി തരൂരോ ഒരു അടൽ ബിഹാരി വാജ്പേയിയോ അങ്ങനെയുള്ള ആളുകൾ പോയി അന്ന് വാദിച്ചിരുന്നെങ്കിൽ ഈ പ്രശ്നം അന്ന് കശ്മീരിൽ. അപ്പൊ ഇതാണ് ഇപ്പൊ സംഭവിക്കുന്നത്. ശരി, സമയക്കുറവുണ്ട്. ശ്രീ